എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിലെ ഒരു മൂല്യച്യുതി തന്നെയാണ് ഇന്നത്തെ ഒരു ഡിവോഴ്സ് സംസ്കാരം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുടുംബ കോടതിയിൽ ചെന്ന് ആ ഒരു അവസ്ഥ വന്നപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, എവിടെയെങ്കിലും ഒരു ചെറിയ വിട്ടുവീഴ്ച, ഒരു ഈഗോ ക്ലാഷ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയെങ്കിൽ എന്ന്. നമ്മൾ എത്രയോ ആൾക്കാരോട് സോറി പറയുന്നു, പക്ഷേ തൻ്റെ ഇണയോട് ഒരു സോറി പറയാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് ഇത്തരം സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. അതൊക്കെ എത്രത്തോളം ഒബ്സർവ് ചെയ്തു, ബന്ധങ്ങൾ ശിഥിലമാവുന്നതുമൊക്കെ? നമുക്കിപ്പം ഞാൻ കുടുംബ കോടതിയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ വേറൊരു പരിപാടിയായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു വരാന്തം നിറച്ചും ദമ്പതിമാരുടെ ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ സെറ്റപ്പാണ് ഇവിടെ കൊച്ചി കുടുംബ കോടതിയിലൊക്കെ. പേരുകൾ വിളിക്കുന്ന സമ്മേളനമായിട്ടുണ്ടാവും ഏകദേശം. അതെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതിൽ ഭൂരിഭാഗം പേരുടെയും ഇഷ്യൂസ് ചിലരുടെ ജെനുവിൻ ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. നമുക്കതിൽ അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല, കാരണം സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചും പുറത്തും. അതെ, ഒട്ടും എല്ലാ കടമ്പയും കടന്നു ക്ഷമിച്ചു നെല്ലിപ്പടിയും കണ്ടു വീണ്ടും സമ്മതിക്കുന്നില്ലെങ്കിൽ ഡിവോഴ്സാണ്. കാര്യം ഒരു വീട്ടിൽ രണ്ട് ശത്രുക്കളായിട്ട് എന്തിനാണ് ജീവിക്കുന്നത്? അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈഗോ ഇഷ്യൂസിന്റെ പേരിൽ കണ്ടെത്തരുത്. അല്ല, അത് ഈ പറഞ്ഞ പോലെ പലരും കണ്ടെത്തുന്നുണ്ട് സത്യം. കാരണം ഒരുപാട് മെസ്സേജസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അവൻ ആ കുടുംബ കോടതി സിറ്റുവേഷൻ കണ്ടപ്പോൾ അവൻ ഓർത്തു എന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം പണ്ടൊക്കെ ആളുകൾ കുറേ കൂടെ ഫൊഗീവിങ് ആയിരുന്നു, ഒരു ഫൊഗീവിങ് ആൻഡ് ഫൊഗറ്റിംഗ് ആയിരുന്നു, ക്ഷമ പറയാൻ മടിയില്ലായിരുന്നു. ഇപ്പം അവരവർക്ക് അവരുടേതായ സാമ്പത്തിക സുരക്ഷിതത ഉണ്ടായി. ഇപ്പോൾ സ്ത്രീകൾ പണ്ട് അബലകളാണ് തബലകളാണ് എന്നൊക്കെ പണ്ട് നമ്മൾ പറയുമായിരുന്നു. ഇപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അല്ല, ഇന്നത്തെ അതിൽ എനിക്കൊരു ചെറിയ വിഷമം എന്ന് പറഞ്ഞാൽ, ഇന്ന് അബലയായിട്ടോ നമ്മൾ മാൻപേടെ ആയിട്ടോ ഒന്നും കാര്യമില്ല. പ്രതികരിക്കുന്ന സ്ത്രീയാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായും. അപ്പോൾ കാലം അത്രയും സ്ത്രീകളെയും കൂടി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ ഒരു പുരുഷ മേധാവിത്വ പരിപാടി കൊണ്ടൊന്നും വിവാഹബന്ധം മുന്നോട്ട് പോകില്ല. പണ്ട് കള്ളും കുടിച്ച് വന്ന് കെട്ടിയോ അടി അടിച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വി എക്സ്പെക്ട് ഈക്വൽ സ്പേസ്. അതെ, അപ്പോൾ അത്തരം സ്പേസ് കൊടുക്കാൻ സ്ത്രീകൾ എന്തൊക്കെ പറഞ്ഞാലും പാവങ്ങളാണ്. അത്യാവശ്യം സ്നേഹിച്ചു സോപ്പിട്ട് ഈക്വൽ സ്പേസ് കൊടുക്കുന്നു പറഞ്ഞാൽ ഏത് സ്ത്രീകൾ? ഞാൻ ചോദിക്കട്ടെ, ഒരു ഭർത്താവിനോട് ചെന്ന് ഞാനൊന്ന് വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഓക്കെ പൊക്കോളൂ എന്ന് ആദ്യത്തെ മറുപടി കിട്ടിയിട്ട് മെല്ലെ പോവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ശരി. ഇത് ആദ്യമേ എടുത്ത് നടക്കയില്ല എന്ന് പറയുമ്പോഴാണ് സ്ത്രീകൾ ആയുധം എടുക്കുന്നത്. എനിക്ക് ഈ കുടുംബജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ഇല്ല, ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു, മേ ബി നമുക്കറിയാം. അപ്പോൾ ആസ് ഓഫ് നൗ ഇങ്ങനത്തെ വിട്ടുവീഴ്ചകൾക്ക് മടിച്ചിട്ട് തല്ലിപ്പിരിയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, അതൊരു വലിയ വിഷമാണ്. അതെ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറി വരുന്നതിൻ്റെ ആയിരിക്കാം, സംസ്കാരം മാറുന്നതിൻ്റെ ആയിരിക്കാം. പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം പണ്ടൊക്കെ അയ്യോ അവർ ഒഴിമുറി എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പം ഡിവോഴ്സ്ഡ് ആണ്, ഓക്കെ, ആ ഡിവോഴ്സ് കഴിഞ്ഞു അടുത്ത വിവാഹം നടക്കട്ടെ, അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. പക്ഷെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവരാരും അടുത്ത വിവാഹം ഓടുന്ന വണ്ടിക്ക് പെട്ടെന്ന് ഒരു 6 മാസത്തിനകത്ത് വെക്കില്ല. പക്ഷേ സോഷ്യൽ പ്രഷറൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ സമയം എടുത്ത് ചിന്തിക്കും. കാര്യം വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് തീരുമാനം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇവർ വളരെ യാദൃശികമായി പരിചയപ്പെട്ടു, വിവാഹം കഴിച്ചേക്കാൻ തീരുമാനിച്ചു, അന്യോന്യം കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിവാഹത്തിന് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചില പൊരുത്തക്കേടുകളും ഒന്ന് സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഊതി പെരുപ്പിക്കുന്നതൊക്കെയാണ് നമ്മുടെ കഥ. എന്താണ് ഈ താക്കോലൊക്കെ തിരികെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, അത് പറയാൻ പറ്റില്ല. അത് ഈഗോ ആറ്റിറ്റ്യൂഡുകൾ കയറി അടിക്കുമ്പം നമ്മൾ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകും. ഇതൊക്കെ സംഭവിക്കാറുണ്ട്, ഇപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും സംഭവിക്കാറുണ്ട്. അത് താക്കോലിന് മാത്രമല്ല, അതിനെ ചുറ്റുപറ്റി വേറെയും ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ കൂടെ പെട്ടെന്ന് ഇതിൽ നമ്മൾ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ പ്ലേറ്റ് എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും. സ്ത്രീകളും ഇപ്പം വൈഫും ഹസ്ബൻഡും മാത്രം താമസിക്കുന്ന ഒരു വീട്, ഹസ്ബൻഡിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ ടൂർ പോവുകയാണെങ്കിൽ ബുദ്ധിയുള്ള സ്ത്രീക്ക് അറിയാം തിരിച്ചു വന്നാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. ഇവിടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, നമുക്ക് കൂടുതൽ പാത്രങ്ങൾ കാണുമ്പോൾ വെച്ച ഗ്ലാസ് മാറ്റി വെക്കും, ഇതൊക്കെ അതിനൊന്നും ഇത്രയും പൊട്ടിത്തെറിക്കരുത്. അത് വേറെ കുറെ ഇഷ്യൂസ്, അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് വേറെ ഇഷ്യൂസ് ഉണ്ട്. കണക്ട് ചെയ്ത് മുമ്പ് തുടങ്ങിയ ഒരു ഇതാണ്. അത് വന്ന് ഇതിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു പൊട്ടിത്തെറിക്കുന്നത്, അല്ലാണ്ട് അത് മാത്രമാണ് റീസൺ അല്ല. അതെനിക്ക് തോന്നുന്നു പലരും മൂവി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പലരും ഇത്തരം മൂവി കണ്ടുള്ള ഒരു പ്രതികരണം അതെങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നു? ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രേക്ഷക പറഞ്ഞ അല്ലെങ്കിൽ ഫ്രണ്ട് കണ്ടിട്ട് പറഞ്ഞതോ ഏതെങ്കിലും ഒരുപാട് പേര് പറയുന്നുണ്ട് കണക്ട്. ഈ അലമാര തന്നെ ഇഷ്യൂ ആയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരിക്കും റിയലി അങ്ങനെ ഉണ്ടായിട്ടുള്ളവർ എന്നെ എപ്പോഴും ഫോൺ ചെയ്തിട്ട് എടി നീ അത് ചെയ്ത ആ സീൻ ചിലപ്പോൾ ഞാനും ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ ഫ്രണ്ട്സ് ഞാനില്ലാത്തപ്പോൾ ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ സ്ട്രക്ചർ മാറിയിരിക്കുന്നു, അതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടാവും.
അല്ലാതെ ഇവർ വന്ന് അവിടെ ഉണ്ടാക്കിയതിൻ്റെ പേരിലല്ല വഴക്കുണ്ടാക്കുന്നത്. അതിന് മുമ്പേ എന്തെങ്കിലും ചെറിയ ചെറിയ ഈഗോസ് അത് എല്ലാവരുടെ ഇടയിലും അത് കണക്ട് ചെയ്ത് വരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അലമാരയുടെ തന്നെ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. അലമാര ഞങ്ങൾ കൊടുത്തപ്പോൾ കുട്ടിയുടെ വീട് നല്ല ഇത്തിരി നല്ല വലിയ ഹൈഫൈ ഉള്ള ഒരു വീട്ടിലെ കുട്ടി, അപ്പോൾ ആ കൊടുത്ത അലമാര വലുതായിരുന്നു. ചെക്കൻ്റെ വീട് ഇത്തിരി ബിലോ എവറേജ് ആയിട്ടുള്ള ഒരാളാണ്, മിഡിൽ ക്ലാസ് ഫാമിലി. അത് അപ്പോൾ അവരും ഇതുപോലെ തന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതും എന്താ പറയുക, അലമാര മാത്രമായിട്ട് അതിൻ്റെ പേരിൽ ഡിവോഴ്സിലേക്ക് അല്ലെങ്കിൽ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടക്കും. മാസങ്ങൾക്ക് മുമ്പ് അലമാര എന്ന സിനിമയായിട്ട് ഞാനും കണക്റ്റഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടി എനിക്കൊരു കോൾ വന്നു. അപ്പം ഞാൻ ആ ആക്ട്രസിനോട് സംസാരിക്കും. പിന്നെ അതിൽ ഒന്നും വെളിപ്പെടുത്തുന്നില്ല, ഇത് കഴിഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല. ബട്ട് ആ ആക്ട്രസ് വേണ്ടാന്ന് പറയും, പിന്നെ വേറൊരാൾ വരികയും ചെയ്തു. ബട്ട് മൂവി വളരെ നല്ലതായിട്ട് പോയി. ഇന്ന് ആൾക്കാർക്ക് ഈ ക്യാരക്ടർ വേണ്ട, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ, എന്നെ സീനിൽ അഭ്രപാളിയിൽ കണ്ടാൽ എന്നെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇപ്പോൾ അതിഥിയെന്ന് പറഞ്ഞത് പ്രകാരം അങ്ങനെ ചിന്തിക്കാത്ത ഇല്ലായിരിക്കാം. പിന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉൾഭയം ഉണ്ടാകും ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും. ആർട്ടിസ്റ്റുകൾക്കല്ല, സിനിമാ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും. കാരണം യു ആർ ഓൺലി ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് ഫിലിം എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്. നമ്മളിതിനു മുമ്പ് 10 ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുകയാണെങ്കിലും 11ാമത്തെ പടം മുട്ടുമ്പോഴത്തേക്കും പറയാൻ പോകുന്നത് അയാളുടെ പടം മുട്ടി കിട്ടും, ആ 10 ഹിറ്റും ആളുകൾ മറന്നു പോകും. സത്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയമൊക്കെ ഉണ്ടാകുമായിരിക്കും. കാരണം ഒരു പണ്ടത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 25 വർഷത്തെ ടൈം സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു തലമുറ ചേഞ്ചിന് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് നമ്മുടെ തോട്ടുകളും നമ്മളുടെ സിനിമകളും പഴയതായി പോവാണ്. അപ്പം അങ്ങനത്തെ ആശങ്കകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആളുകൾ ചെയ്താൽ പണിയാവോ എന്നൊക്കെ ആലോചിക്കുന്നത്. ശരിക്കും വയനാടാണ് മിഥുൻ താമസിക്കുന്നത്. വയനാട് ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ അലമാരയും അരിപ്പൊടിയും ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ ചില പാലക്കാട് ഭൂരിഭാഗം സമുദായങ്ങൾക്കിടയിലുണ്ട്. ഞങ്ങളുടെ അവിടെ നാട്ടിൽ ഗോദ്രേജിന്റെ അലമാര കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടായിട്ടുണ്ട്. അലമാര വേറെ ഏതോ കമ്പനിയുടെ മേടിച്ചു കൊടുത്തു പണ്ട് കാലത്ത്. അല്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ കഥ പെട്ടെന്ന് റിലേറ്റ് ആയത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും തറവാടുകളിലും അലമാര വരികയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു നാട്ടു നടപ്പാണ്, പല സമുദായങ്ങളുള്ള നാട്ടു നടപ്പാണ്. അത് മതം അടിസ്ഥാനപ്പെടുത്തിയുള്ള ആചാരമൊന്നുമല്ല, ഒരു സാമുദായിക ആചാരമായിട്ട് അങ്ങോട്ട് രൂപപ്പെട്ടു വന്നൊരു സാധനമാണ്. എനിക്ക് കൊടുത്തിട്ടില്ല, ഞാൻ എന്റെ മോൾക്ക് കൊടുക്കുകയില്ല. നന്നായി, എന്തായാലും നല്ല തീരുമാനം. അതൊക്കെ അതെനിക്ക് തോന്നുന്നു ഞാൻ അതിനെപ്പറ്റി ഒരു റിസർച്ച് കഴിഞ്ഞപ്പോൾ അത് വളരെ നല്ല തീരുമാനം. പക്ഷെ ഇപ്പോൾ അലമാര മാറി ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനൊക്കെ ആയിട്ടുണ്ട്. ഒരിക്കലും വേണ്ട. അപ്പോൾ വളരെ സന്തോഷം. അല്ല, ഇതിൻ്റെ ഹിസ്റ്ററിയെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പം പണ്ട് മരുമക്കത്തായം കഴിഞ്ഞൊക്കെ ആ ഒരു സമയത്ത് ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു അലമാരയും 6 മാസത്തേക്ക് ജീവിക്കാൻ വേണ്ട വസ്തുവകകളും തുണിക്കുപ്പായങ്ങളൊക്കെ അതിനകത്ത് നിറച്ചു കൊടുക്കുന്നതാണ്. എന്നാലും ഇതൊരു യമകണ്ണ അലമാരയെ പോയി. അത് എന്ത് ചെയ്യാനാണ്, ഇത് ഓരോ ആചാരങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനൊരു സംഭവം കിട്ടി. ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടവർ എന്തായാലും അലമാര കൊടുക്കാൻ നിൽക്കില്ല, അത് ഗ്യാരണ്ടി. 2 വട്ടം ആലോചിക്കും. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഡിസ്കഷൻ, ഇതൊരു സിനിമയിലേക്ക് എത്താനുള്ള ഒരു സമയം, അതൊക്കെ എത്ര എടുത്തു? മുൻപേ ആലോചനയിൽ ഉണ്ടായിരുന്നൊരു കഥയാണ്. അതായത് ആട് കഴിഞ്ഞപ്പോൾ തന്നെ ആലോചനയിൽ ഉണ്ടായിരുന്നൊരു കഥയാണ്. അപ്പോൾ ആൻമരി ചെയ്തു. ആൻമരിക്ക് ശേഷം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും ഇത് കൊള്ളാലോ, ഒരു സാമൂഹ്യ എന്താ പറയുക, കുറച്ച് സറ്റാരിക്കൽ എലമെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു വിഷയം ചെയ്തേക്കാം എന്ന് ആലോചിച്ചിട്ട് ഈ സിനിമയിലേക്ക് എത്തുമായിരുന്നു. ഇപ്പോൾ തിരക്കഥയുടെ ഏകദേശം ഒരു ഡ്രാഫ്റ്റൊക്കെ ഞങ്ങളന്ന് മുൻപേ ചെയ്ത് വെച്ചിരുന്നു. അപ്പം അതിന് മുൻപ് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ട് ആൻമരിക്ക് ശേഷം അധികം ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. നമ്മൾ നേരെ തിരക്കഥയിൽ കുറച്ച് അഴിച്ചുപണികളൊക്കെ നടത്തി ഷൂട്ടിങ്ങിലേക്ക് കിടക്കുമായിരുന്നു. കാരണം സണ്ണി ഓൾറെഡി ഉണ്ട്. സണ്ണിക്കൊരു മേക്ക് ഓവർ ക്യാരക്ടറും കൂടിയാണത്. സണ്ണിയെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ഗുരുടിയും പൂമ്പാറ്റ ഗിരീഷൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മാസ് അവതാറിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് അവൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വളരെ പതുങ്ങി ജീവിക്കുന്ന ഒരു ബാങ്ക് എംപ്ലോയിയുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ ആർട്ടിസ്റ്റും റെഡി ആയതുകൊണ്ട് ഞങ്ങൾ ഈ കഥ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ഓറിയന്റഡ് എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നി യങ്സ്റ്റേഴ്സ് ആ കോർപ്പറേറ്റ് ലൈഫ് വരുമ്പോൾ അവിടെ ഒരുപാട് അധികം റിലേറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ അതിലേക്ക് അത്രയും റിലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആ വിഷയം നമ്മൾ ഡെപ്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല. ഒരു ബോസിനെ എവിടെ നിന്ന് കിട്ടി അത് അറിയില്ല ആളെ. അല്ല, ഇത് മതി എന്നുള്ള തീരുമാനം മനസ്സിലായി. അത് മതി എന്ന തീരുമാനത്തിൽ എത്തിക്കാനുള്ള ഒരു അല്ല, ഷാനിൽ മുഹമ്മദ് ആണ് മങ്കിപ്പൻ്റെ ഡയറക്ടർ. അപ്പോൾ ഷാനിൽ ഒരു ദിവസം ഞാൻ ഒരു പയ്യൻ്റെ ഫോട്ടോ വെച്ചിരുന്നു, ഈ അലമാരയിൽ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നി. ഞാൻ അയക്കളിയാന്ന് പറഞ്ഞു. ഫോട്ടോ വന്ന് വാട്സപ്പ് നോക്കുമ്പോൾ ഇവൻ്റെ ഫോട്ടോ തന്നെയാണ് എൻ്റെ വാട്സപ്പ്. ഞാൻ ഫോൺ വിളിച്ച് പൂരത്തെറി വിളിച്ച് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാങ്ക് മാനേജർ ക്യാരക്ടർ. അപ്പോൾ ഞാൻ ശരിയാണ്, നല്ല കഷണ്ടി ഉണ്ട്, കുടവേറുണ്ട്, വേണമെങ്കിൽ ഒരു ബാങ്ക് മാനേജറാക്കാം. അവർക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ഞാൻ അക്കാഡമിയിലുണ്ട്. ആണല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നാൽ പിന്നെ നീ ചെയ്ത് നോക്കുന്നത്. അഭിനയിക്കാൻ അറിയത്തില്ല, അഭിനയിക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് വോയിസ് ആക്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ക്യാരക്ടറും ക്ലിക്കായി. ഞാൻ ശബ്ദം കൊടുത്തുകൊണ്ടല്ല, അവൻ്റെ രൂപവും അവൻ്റെ അഭിനയമൊക്കെ വെച്ചിട്ട് ആ സംഭവം ക്യാരക്ടർ ക്ലിക്കായി. ഇന്ന് യങ്സ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നു അവർ
അവർ ഫേസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ലീവ് ചോദിക്കുമ്പോൾ കിട്ടില്ല. കോർപ്പറേറ്റിനകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓഫ്കോഴ്സ് നമ്മളെ സ്ക്വീസ് ചെയ്യുന്നു, നമുക്ക് ഫ്രീഡം ഇല്ല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ദുബായിലായിരുന്ന ഒരു സമയത്ത്. ഈവൻ അത് ആ ഷെഡ്യൂളിങ്ങിൻ്റെ പ്രശ്നമാണ്. കാരണം എല്ലാവർക്കും എന്താ പറയുക, ടാർഗറ്റ്സ് ടു അച്ചീവ്. എല്ലാവർക്കും ഒരു വൈകുന്നേരം 5 PM അല്ലെങ്കിൽ വൈകുന്നേരം 8 PM ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരു പ്രഷർ കുക്കറിനകത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മാനേജർ താഴെയുള്ളവനെ തെറി വിളിക്കുന്നു, താഴെയുള്ളവൻ അതിൻ്റെ താഴെയുള്ളവനെ തെറി വിളിക്കുന്നു. ഹൈറാർക്കിക്കലാണ് അത്. തെറി സിഒയ്ക്ക് ചിലപ്പം ക്ലയൻറ്റിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും തെറി കേൾക്കുന്നുണ്ടാവുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ തന്നെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാമ്പുകൾ തന്നെ വന്നിരിക്കുന്നത്. അപ്പം അത് പക്ഷെ നമ്മൾ ഡീപ്ലി ഈ പടത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം ഈ പടം കൈകാര്യം ചെയ്യുന്ന വിഷയം വേറെ ആയതുകൊണ്ട്. അതിൽ മറ്റ് കാസ്റ്റിംഗ് എത്രത്തോളം അത് മെമ്മറൈസ് ചെയ്യുന്നു വെച്ചാൽ അതിൽ വില്ലനെ നമ്മൾ ആരും മറക്കില്ല. അതിനകത്തിപ്പം ഇന്ദ്രൻ സെട്ടൊക്കെ എൻ്റെ ആദ്യ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന പരിചയമുള്ള ഒരുപാട് ആളുകളാണ് ക്യാമറയ്ക്ക് മുൻപിലും പുറകിലും ഒക്കെ ഉള്ളത്. ഞാനത് എനിക്ക് അറിയാത്ത ആളുകൾ, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. അദ്ദേഹം പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. നേരെ കമ്മട്ടി പടം. അതെ, അദ്ദേഹം നേരെ കൊണ്ടുവരികയാണ്. ഗംഭീരമായിട്ട് കാരണം അഡോർ ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മാവൻ. അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മാവൻ എല്ലാം ഒപ്പിച്ചു. അയ്യോ നീ എവിടെ നിന്ന് മാറുന്നില്ല, ഞാൻ എപ്പോഴേ പോകുന്നുള്ള ഡയലോഗ് അത് ഒരുപാട് പറയുന്നു. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ്. കാരണം അദ്ദേഹം കമ്മട്ടിപ്പാടത്തിലെ ബാലിൽ നിന്ന് നേരെ അതിൻ്റെ ഉൾട്ട ചെയ്തൊരു ക്യാരക്ടറാണ്. പിന്നെ രൺജി പണിക്കർ സാറ് അദ്ദേഹത്തെ നമ്മൾ പൗരുഷമുള്ള ഗംഭീര ക്യാരക്ടറായിട്ട് കണ്ടിട്ട് അദ്ദേഹം ഇതിനകത്ത് അതെ അങ്ങനത്തെ ഒരു കക്ഷിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാസ്റ്റിങ്ങിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അധികം നടത്തിയെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ 1-2 പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവളുണ്ട്, സണ്ണിയുടെ പെങ്ങളായിട്ട് അഭിനയിച്ച കുറച്ചുകൊണ്ട് 2 പേരും പുതിയ ആളുകളായിരുന്നു. പുതിയ ആളുകളൊക്കെ മതി നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നു. അതെ, പുതിയ ആളുകളൊക്കെ അവളുടെ ഫേസ് എങ്ങനെയാണ്, അതുകൊണ്ട് ഓഡിഷൻ ഒറ്റയടിക്ക് ആദ്യം എടുത്തത് അവളായിരുന്നു. ഓഡിഷൻ ഫസ്റ്റ് എടുത്തത് അവളായിരുന്നു. അപ്പോൾ അവളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു കുശുമ്പുള്ള ഒരു നാത്തൂരിനെ പറ്റിയൊരു ഫേസ് ഉണ്ട് അവൾക്ക് എന്ന് പറഞ്ഞ് അവളെയാണ് നമ്മൾ ആദ്യം ഫൈനൽ ചെയ്തത്. പിന്നെ അങ്ങനെ അതിനപ്പുറത്തേക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക കാസ്റ്റിംഗ് പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ബാംഗ്ലൂരും കൊച്ചിയിലും, കൊച്ചി പ്രാന്തപ്രദേശങ്ങളിൽ. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് എവിടെയോ ഭാഗ്യമുള്ള ഒരു ഏരിയ ആണ് എന്ന് അങ്ങനെ ഒരു ചിന്ത വെച്ചാണോ അതോ സബ്ജക്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ്? നമുക്കത് ഏത് സിറ്റിയിലും ആക്കാമായിരുന്നു, പക്ഷേ ബാംഗ്ലൂർ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഏത് സിറ്റിയിലും ആക്കാം. ബാംഗ്ലൂർ ആകുമ്പം ഈ സ്ഥലം മേടിക്കൽ ഇഷ്യൂ അങ്ങനെ കുറേ ഇഷ്യൂസ് നിലവിലുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിന്റെ ഔട്ട്സ്കേർട്സ് ഇതുപോലെ തനി നാടനുമാണ്. അതെ 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 അതെ. നമ്മുടെ പടത്തിൽ ഇവരുടെ ചായ്പാട്ട് കാണിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിന്റെ ഔട്ട്സ്കേർട്സ് ആണ്. ഒരുപാട് കുറച്ച് ഒരു 10-40 കിലോമീറ്റർ ഉള്ളിലേക്ക്, മീൻസ് റോഡ് സൈഡിൽ നിന്ന് അധികമില്ല, എന്നാലും ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. കുറേ തരിശ് സ്ഥലങ്ങൾ കിടപ്പുണ്ട്, വെള്ളമില്ല, മാനും മാഞ്ചാതിയില്ല സ്ഥലം എന്നൊക്കെ പറയില്ല, അങ്ങനെ സ്ഥലം. അതിൽ നമുക്ക് പെണ്ണുകാണൽ സീൻ മറക്കാൻ പറ്റാത്ത ഒരു സീനാണ്. അപ്പോൾ സംവിധായകൻ കല്യാണം കഴിച്ചിട്ടില്ല, റിയൽ ലൈഫിൽ പെണ്ണുകാണൽ ചടങ്ങ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരേ ഒരു തവണ പെണ്ണ് കാണാൻ പോയിട്ടുള്ളൂ. അത് 2 പൊക്കയില്ലെന്ന് പറയില്ല. അത് ഓം ശാന്തി ഓശാന കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയത്, ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം. അപ്പോൾ കെട്ടിയേക്കാൻ തീരുമാനിക്കുന്നു, പോകുന്നു. അങ്ങനെ അവിടെ എത്തി, കുഴപ്പമില്ല, എല്ലാം പറഞ്ഞ് സെറ്റാക്കി. പിന്നെ ഈ സിനിമാക്കാർക്ക് പെണ്ണ് കൊടുക്കാൻ പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ട്. അതെ, എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകൊച്ചിനൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ല, അവർക്ക് ആദ്യമേ അറിയാമായിരുന്നു, പക്ഷേ ബന്ധു മിത്രാദികൾക്കൊരു വിഷമം സിനിമാക്കാരനായതുകൊണ്ട്. അപ്പോഴേ പിന്നെ ഞാൻ ആ ചിന്തയും കളഞ്ഞു. കാരണം സിനിമ ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹിച്ച് വന്നൊരുത്തൻ പിന്നെ വിവാഹം കഴിക്കുക എന്നുള്ളതല്ലോ നമ്മുടെ പ്രധാന അജണ്ട. അതങ്ങ് വിട്ടു. അത്രേ ഉള്ളൂ. കല്യാണമൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. അതെ, അത് വേറൊരു കാര്യം. ഇതാകുമ്പോൾ പ്രേക്ഷകരോട് ഇതാക്കിയാൽ മതിയല്ലോ. മറ്റേ കള്ളം പറയണേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. കഷ്ടകാലത്തിൽ അലമാരം കാര്യം വന്നു അതുമായി. ഒരു സിനിമ എന്ന് പറയുന്നത് ഇന്ന് ഒരു കൂട്ടായ്മയാണ്. അതിലെ സാങ്കേതിക വിദഗ്ധർ, മ്യൂസിക്, ആ ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ലൊരു ടീമുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടിനും ആ ഒരു എനർജി ഉണ്ടാവും. ഭാഗ്യവശാൽ ഞാൻ ചെയ്ത 3 പടങ്ങളിലും എനിക്ക് നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നല്ല സൂരജിൻ്റെ മ്യൂസിക് സൂരജാണ്, ആൻമരിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂരജായിരുന്നു. അതിനു മുമ്പ് 2 സിനിമയിൽ ഷാൻ റഹ്മാനായിരുന്നു. ഇവരോടൊക്കെ ക്യാമറ സതീഷ് കുറുപ്പ്, വിഷ്ണു ശർമ്മ, വിഷ്ണു നമ്പൂതിരി, അങ്ങനെ നല്ല ഒരു കൂട്ടം നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും സേഫ് എന്ന് മാത്രമല്ല വളരെ ഹെൽത്തിയാണ്. അത് ശരിക്കും ഭയങ്കര എനർജറ്റിക് ആണ്. അതിപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ നമ്മളോടുള്ളൊരു സഹകരണം പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമായി ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാ സിനിമകളിലും അത്യാവശ്യം കൊള്ളാവുന്ന നടീനടന്മാരെ എനിക്ക് കിട്ടാറുണ്ട്. അവർക്ക് നന്നായി തന്നെ ഡെലിവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്നത് പിന്നെ സിനിമകൾ മോശമാകുന്ന എപ്പോഴും സംവിധായകൻ്റെ കുറ്റം കൊണ്ട് മോശമാകുന്ന സിനിമകളേ ഉള്ളൂ എൻ്റെ കേസിൽ. അല്ലാതെ ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ കുറ്റം കൊണ്ട് ഇപ്പോൾ സിനിമ മോശമായെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ ഫസ്റ്റ് ഡേ സിനിമ കണ്ടോ എന്ന് ചോദിക്കുന്നതിനപ്പുറം സംവിധായകൻ എന്ന് പറയുമ്പോൾ സംവിധായകൻ
ഇന്ന് മാറിയിരിക്കുന്നു. സംവിധായകൻ ഇടയ്ക്കിടയ്ക്ക് പല തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്ന ഒരു ശീലമാണ് ഇപ്പോൾ സംവിധായകർക്ക്. എൻ്റെ പടം അവിടെ എങ്ങനെ ഓടുന്നു, എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്, അത് പ്രേക്ഷകർ അറിയാതെ തന്നെ നമ്മൾ ചെയ്ത് കുറച്ച് കണ്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ആ ഒരു എവിടെയൊക്കെ പോയി സിനിമ കണ്ടു, ഏതൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു? ഞാൻ ബാംഗ്ലൂർ കണ്ടു. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് പ്രിവ്യൂ വരുന്നു, ദുബായിലായിരുന്നു പ്രിവ്യൂ. ദുബായിൽ നിന്ന് 2 സ്ഥലത്ത് നിന്ന് കണ്ടു, പിന്നെ തിരിച്ചു വന്ന് കൊച്ചിയിൽ നിന്ന് കണ്ടു. അപ്പോൾ ഏകദേശം നമുക്കൊരു ജനറലൈസ്ഡ് ഒപ്പീനിയൻ നമുക്ക് കിട്ടും. പിന്നെ ആൻമരി ഇതുപോലെ കുറേ തിയേറ്റർ വിസിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഓടി നടന്ന് പല സ്ഥലങ്ങളിൽ കണ്ടു. അപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ സിനിമ മാറിയതുകൊണ്ട് ഇപ്പം എന്നെപ്പോലുള്ളൊരു സംവിധായകൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പം നമ്മൾ സംവിധായകൻ്റെ വേഷം സിനിമ റിലീസാവുന്നതോടുകൂടി തീരുന്നില്ല. മാർക്കറ്റിങ്ങിൻ്റെ അവസാനം വരെയും ഈവൻ പടം വിജയിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് കടമ്പകളുണ്ട് സിനിമ വിജയിപ്പിക്കാൻ. ഇന്ന് ഉപ്പിന് വരെ പരസ്യം ആവശ്യമുള്ള ഒരു അവസ്ഥയാണ്. അതെ. അപ്പം സംവിധായകൻ്റെ വേഷം തീരുന്നേയില്ല. ഇനി സിനിമ സൂപ്പർ ഹിറ്റ് ആയാലും അതിൻ്റെ വിജയാഘോഷത്തിൽ കയറിയിട്ട് പോലും നമ്മളാണ് സംസാരിക്കേണ്ടത്. സിനിമ പരാജയപ്പെട്ടാലും അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടതും ഫേസ് ചെയ്യേണ്ടതും സംവിധായകനാണ്. എൻഡ് ഓഫ് ദി ഡേ സിനിമ സംവിധായകൻ്റെ കലയാണെന്ന് പറയുന്നത് ഞാൻ സിനിമ നേരിടേണ്ട ഒരു കല കൂടിയാണ്. കാരണം നമ്മളൊരു സിനിമ ഇറക്കുമ്പോഴത്തേക്കും നമ്മൾ 3 കോടി ആളുകളുടെ മുമ്പിലേക്ക് ഇറക്കുന്നു. ഇപ്പോൾ പ്രതികരിക്കാൻ വേണ്ടി ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഓപ്പണായി നിൽക്കുന്നു. പണ്ടൊക്കെ സംവിധായകൻ ഇത് ആരാണ് ഇതിനെ സംവിധാനം എന്ന് വെച്ചാൽ തപ്പിപ്പിടിച്ച് കത്ത് പോലും അയക്കത്തില്ല. ഇപ്പം പേര് ഫേസ്ബുക്കിൽ ടൈപ്പ് ചെയ്യുന്നു, നമ്മളിതാ നിൽക്കുന്നു, വേണം മെസ്സേജ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടൈപ്പ് ചെയ്യുന്നു. ഭയങ്കര പ്രഷർഫുൾ സിറ്റുവേഷനാണ്. പക്ഷേ അത്തരം പ്രഷേഴ്സിൻ്റെ ഒക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷകരമായ ഫീഡ്ബാക്സും വരാറുണ്ട്. ഒരു ഡെബ്യൂ സിനിമ ചെയ്തു കഴിഞ്ഞു, പടം വിജയിച്ചു, അടുത്ത സിനിമയുമായി എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡെബ്യൂ സിനിമ ചെയ്ത് 2-3 സിനിമയായി കഴിഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതരായ കലാകാരന്മാർ നിറഞ്ഞ ഒരു ഭാഷയാണ്. യെസ്. അപ്പോൾ എത്ര സിനിമ ചെയ്താലും നമുക്ക് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് സിനിമ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെള്ളിത്തൂവൽ തന്നെയാണ്. എത്രത്തോളം അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്? യെസ്. ഒരു മമ്മൂക്കയുടെ സിനിമ, ലാലേട്ടൻ്റെ പടം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അവരൊക്കെ വെച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്പെക്റ്റേഷൻ ലെവല് ഭയങ്കര ഹൈ ആയിരിക്കും. അവർക്ക് അഭിനയിക്കാൻ ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് സിനിമ മോശമായി എന്ന് ആരും പറയില്ല. തെറി വിളിക്കാൻ പോകുന്ന ലക്ഷോപലക്ഷം ഫാൻസും പ്രേക്ഷകരും തെറി വിളിക്കാൻ പോകുന്നത് സംവിധായകനായിരിക്കും. അപ്പോൾ നമ്മൾ ഇവരെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ മലയാള സിനിമയിലെ എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അഭിനയിക്കാൻ അറിയുന്നത്. അപ്പോൾ അവരെ വെച്ചൊരു സിനിമ ചെയ്ത് മോശമാക്കുന്നതിലും ഭേദം ചെയ്യാതിരിക്കുന്നതാണ്. അത് ഞാൻ പറയാൻ കാരണം എൻ്റെ അടുത്ത് അവരുടെ അടുത്തേക്ക് പോകാൻ പാകത്തിലുള്ളൊരു സൂപ്പർ സ്ക്രിപ്റ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു സൂപ്പർ സ്ക്രിപ്റ്റുമായിട്ട് പോകണം. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. എന്നാവുന്നു അപ്പോൾ പോകും, ഒരിക്കലും ആയില്ലെങ്കിൽ പോവുകയില്ല. അതല്ല അതിൻ്റെ ഒരു രീതി. വെൽ സെഡ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു ഓഡിഷൻ കഴിഞ്ഞ് വന്നു പിന്നീട് ഒരു ജെല്ലാവുന്ന ഒരു സമയമുണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം ഈ ഒരു ബുദ്ധിമുട്ട്? യെസ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ഇവരുടെ ക്രെഡിറ്റ് ഇവർക്ക് കൊടുക്കുന്ന അല്ല. പിന്നെ ജെല്ലായി ആദ്യത്തെ ദിവസം ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മാറി ഇവരെല്ലാവരും കണ്ടപ്പോൾ. കാരണം ഇവര് ഈ ഒരു സെറ്റിന്റെ അത്രയും കൂളാണ് ഈ മനുഷ്യൻ. ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും സണ്ണി ആണെങ്കിലും എല്ലാവരും ഡയറക്റ്റ് ചെയ്യുന്ന ആ സമയത്ത് മാത്രമാണോ ഡയറക്ടർ ഒരു പേടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പക്ക ആയിരിക്കുന്നത് ഇതിനേക്കാളും കൂളാണ് മിഥുൻ ചേട്ടൻ. അപ്പോൾ വലിയൊരു എന്താ പറയുക, നമുക്ക് ആ ഒരു ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ട്. അത് എനിക്കാണ്, ഞാൻ മറ്റു എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നതാണത്. കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വളരെ എനിക്ക് അങ്ങനെ ഒരു നമുക്ക് പേരിന് കംഫർട്ടബിൾ എന്ന് പറയാനല്ല, ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം പറയുന്നതിലാണ് സന്തോഷം. അപ്പോൾ എനിക്ക് വളരെ ഞാൻ പെട്ടെന്ന് തന്നെ ചെല്ലായി. കാരണം അത് ഇവരുടെ ഒരു ക്രെഡിറ്റ്. ഞാൻ അധികം ഫസ്റ്റ് ഒന്നും അധികം മിണ്ടത്തില്ല ആക്ച്വലി ഞാൻ. പക്ഷെ അതാ പിന്നെ അവിടെ നിന്നൊരു ഉറപ്പ് കിട്ടിയാൽ പിന്നെ ഞാൻ അടയ്ക്കൂല. അപ്പം അത് കിട്ടിയപ്പോൾ പിന്നെ ഇവരാരും ശരിയാക്കി. പിന്നെ കണ്ണടച്ച് മലയാളികൾ ഏറ്റെടുത്ത സിനിമ മലയാളികൾ ആഘോഷിക്കുന്നു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അലമാര വളരെ ലളിതമായ ഒരു കുടുംബ ചിത്രമാണ്. വളരെ സ്വാഭാവികമായ നർമ്മമുഹൂർത്തങ്ങളൊക്കെയുള്ള അത് പറയാൻ കാരണം കണ്ട പ്രേക്ഷകരൊക്കെ തിയേറ്ററിൽ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പടം കാണാൻ പോകുമ്പം കുടുംബമായിട്ട് പടം കാണാൻ പോവുക, തിയേറ്ററിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഈ സിനിമ ഡെഫിനറ്റ്ലി നിങ്ങളെ നിരാശപ്പെടുത്തില്ല. താങ്ക് യു. തൻ്റെ ആദ്യത്തെ സിനിമ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അതിഥിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആദ്യത്തെ സിനിമയാണ് അലമാര. സോ ഇപ്പോൾ റിലീസായി ഒരുപാട് നല്ല റെസ്പോൺസസ് കിട്ടുന്നുണ്ട് തിയേറ്ററിൽ നിന്ന്. ഇപ്പോൾ അറിയാം എക്സാം ടൈമൊക്കെയാണ് പലർക്കും. അപ്പോൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയി തിയേറ്ററിൽ പോയി മൂവി കാണണം. എനിക്ക് തോന്നുന്നു ഒരു കൊച്ചു സിനിമയാണ്, അത് എല്ലാവരും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മൂവി തന്നെയായിരിക്കും അലമാര. സോ അലമാര ആരും നിരാശപ്പെടുത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയായിരിക്കും. സോ എല്ലാവരും മൂവി കാണണം, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. Thank you, Midhun. Okay. Had a great time. Thank you. Same here. Aditi. Yeah, me too.